സഭകൾ എതിർപ്പ് തുടരുന്നതിനിടെ FCRA നിയമ ഭേദഗതി ബിൽ നാളെ ലോക്സഭയിലെത്തുകയാണ്. ബില്ലിൽ ഇനി ചർച്ചയില്ല എന്നും വിദേശ പണമൊഴുക്ക് തടയുകയാണ് ലക്ഷ്യമെന്നും കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു തീർത്തു പറഞ്ഞു. ആശങ്കകൾ ഉണ്ടാകുമ്പോൾ അത് തിരിച്ചറിയാനുള്ള വിവേകം വോട്ടർമാർക്കുണ്ടാകുമെന്നായിരുന്നു ക്ലീമീസ് കത്തോലിക്ക ബാവയുടെ മുന്നറിയിപ്പ്. പ്രതിപക്ഷവും ക്രൈസ്തവ സഭകളും എതിർപ്പ് തുടരുന്നതിനിടെ FCRA നിയമ ഭേദഗതിയുമായി മുന്നോട്ട് പോകുകയാണ് കേന്ദ്രം. ബജറ്റ് സമ്മേളനം വ്യാഴാഴ്ച അവസാനിക്കാനിരിക്കെ ബില്ല് നാളെ പാസാക്കാനാണ് കേന്ദ്ര നീക്കം. ലോക്സഭയുടെ കാര്യപരിപാടിയിൽ ബില്ല് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോക്സഭ പാസാക്കിയാൽ സഭാ സമ്മേളനത്തിന്റെ അവസാന ദിനത്തിൽ രാജ്യസഭയിലും ബില്ല് കൊണ്ടുവന്നേക്കും. സഭാ നേതൃത്വങ്ങളുമായി ഇനി ചർച്ചയില്ലെന്നും ഭേദഗതി സഭകളെ ബാധിക്കുമെന്ന പ്രതിപക്ഷ പ്രചാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നും കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു ആരോപിച്ചു. This is completely false, fabricated and misleading. The proposed FCRA amendment bill is only to regulate the flow of foreign funding to India, to check the misuse of any funds for illegal activities in the national interest, because there are certain money which illegally comes and used against national security. ബില്ലിൽ പിന്നോട്ടില്ലെന്ന് കേന്ദ്രം ആവർത്തിക്കുമ്പോൾ സഭകൾ നിലപാട് കടുപ്പിക്കുകയാണ്. ന്യൂനപക്ഷ വേട്ടയ്ക്കുള്ള മാരകായുധമാണ് ഭേദഗതിയെന്ന് സഭാ മുഖപത്രമായ ദീപികയിൽ മുഖപ്രസംഗം എഴുതി. ബില്ലിന്റെ ഉദ്ദേശം എന്തെന്ന് ആഭ്യന്തര സഹമന്ത്രി തന്നെ തെളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നും ദീപിക കുറ്റപ്പെടുത്തി. ബിൽ സർക്കാരിന് ഏകാധിപത്യമാനമായ അധികാരം നൽകുന്നതാണെന്ന് മലങ്കര സുറിയാനി സഭ മേജർ ആർച്ച് ബിഷപ്പ് ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ വിമർശിച്ചു. നിയമം കൂടുതൽ കർശനമാക്കുന്നത് സതുദ്ദേശത്തോടെയാണോ എന്ന് സംശയിക്കുന്നതായി പാലാ രൂപതാ മെത്രാൻ ബിഷപ്പ് മാർ ജോർജ് കല്ലങ്ങാട്ടും വിമർശിച്ചു. എന്നാൽ സർക്കാരുമായി ഇനിയും ചർച്ചയുണ്ടാകുമെന്നാണ് സഭകളുടെ നിലപാട്. പുനഃപരിശോധിക്കുവാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കണം എന്നതാണ്. അപ്പൊ അതൊരു വിശാലമായ ഒരു ചർച്ച വേണ്ടേ? ആ ചർച്ച നടന്നിട്ടില്ല. ആ ചർച്ച ഇനിയും നടക്കാതിരിക്കേണ്ട കാര്യവുമില്ല. ബില്ലിൽ ആശങ്കയുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് കേരളത്തിലെ പ്രചാരണ പരിപാടികൾക്കിടെ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നവീൻ പ്രതികരിച്ചപ്പോൾ നിയമ ഭേദഗതി രാഷ്ട്രീയ വിഷയമാക്കരുതെന്നായിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രതികരണം. ഇതിന്റെ FCRAയുടെ ആനുകൂല്യം കിട്ടുന്ന എല്ലാവരും, എല്ലാ സമുദായത്തിലും പെട്ട ആൾക്കാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇതിനെപ്പറ്റി പഠിക്കണം, അതിന്റെ ഗുണങ്ങളെപ്പറ്റി മനസ്സിലാക്കണം. നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നു ഉണ്ടെങ്കിൽ അത് പിന്തുണയ്ക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് എടുക്കരുത് എന്ന് അപേക്ഷിക്കുന്നു. ഇത് തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്ന ഒരു ഭേദഗതിയാണ്. നിയമ ഭേദഗതിയുമായി കേന്ദ്രം മുന്നോട്ട് പോകരുതെന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ആവർത്തിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.